ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള തനി നാടൻ ഒരു കറിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. നാടൻ ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള കറി. 5 ഇതളുള്ള ചെമ്പരത്തിപ്പൂ വേണം. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അപ്പോൾ ചെമ്പരത്തിപ്പൂ എല്ലാം നന്നായിട്ട് കഴുകി അതിൻ്റെ ഇതൾ മാത്രമായിട്ട് നമുക്ക് ഇതുപോലെ അടർത്തിയെടുത്ത് വയ്ക്കാം. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി 2 കപ്പ് വെള്ളം ഒഴിച്ച് കുതിരുന്നതിനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ചെമ്പരത്തി പൂവിൻ്റെ ഇതളുകൾ ഒന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയൊരു 10-15 ചുവന്നുള്ളി, 4 പച്ചമുളക് നമുക്ക് പുളിയൊന്ന് പിഴിഞ്ഞെടുത്ത് വയ്ക്കാം. പിശുട് കളഞ്ഞ് വയ്ക്കാം. നല്ല സ്വാദുള്ള കറിയാണ്. ഇനി നമ്മൾ ചട്ടി അടുപ്പിലേക്ക് വെച്ച് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചുവന്നുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. 4 പച്ചമുളക് കീറിയത്, ഇത്രയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെമ്പരത്തിപ്പൂവിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഇത് ബ്ലഡിൻ്റെ കൗണ്ട് കൂടാനും ബ്ലഡൊക്കെ ധാരാളം ഉണ്ടാകാനും ഒക്കെ വളരെ നല്ലതാണ്. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റാം. ഇനി നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇതിനധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വാടി കിട്ടും. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണിത്. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതൾ. നമ്മൾക്കിനി പുളിവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് പുളി നന്നായിട്ടൊന്ന് വെന്ത് ഒരു 5 മിനിറ്റ് ഒന്ന് വേകണം. നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് മൂടി വെച്ച് 5 മിനിറ്റ് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് പുളിവെള്ളമെല്ലാം വെന്ത് നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളൊക്കെ അത് നന്നായിട്ട് തിളച്ച് അതിൽ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര ചീകിയതോടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ശർക്കര അതിൽ നന്നായിട്ട് യോജിച്ച് വരണം. നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പണ്ട് വീടുകളിൽ തയ്യാറാക്കിയിരുന്ന ഒരു വളരെ ട്രഡീഷണലായിട്ടുള്ള പുരാതനമായിട്ടുള്ള ഒരു കറിയാണിത്. അപ്പം ശർക്കരയും ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ തിളച്ചിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു വറവൂടെ ചേർക്കണം. പാൻ അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു 5-6 ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, കറിയെല്ലാം നല്ല തിളച്ച് പാകമായിട്ട് ഇരിപ്പുണ്ട്. ഇതിലേക്ക് നമുക്ക് വറവ് ചേർത്ത് അല്പസമയം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പം ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റാണ് ഈ കറി. പനിയൊക്കെ വന്ന് ക്ഷീണമൊക്കെ മാറാനായിട്ടും ഒക്കെ വളരെ നല്ലതാണ്. ഈ ഒരു മുത്തശ്ശി വൈദ്യത്തിൽപ്പെട്ട ഒരു കറിയാണിത്. അപ്പോൾ ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.